ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന അറേബ്യൻ കബ്സ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അപ്പം നമ്മൾ എപ്പോഴും കബ്സ റെഡിയാക്കുമ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം നമ്മുടെ റൈസ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഞാനിപ്പോൾ ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 5 തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, മാഗിയുടെ ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ കബ്സ മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി 2 വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. മാഗിയുടെ ചിക്കൻ ക്യൂബും കബ്സ മസാലയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വലിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുരുമുളകും ഗ്രാമ്പും പട്ടയും ഏലക്കായും ഒക്കെ ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടിക്കാത്ത കുരുമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അത് അതിൽ കിടന്നിട്ട് അങ്ങ് മെൽറ്റായിട്ട് വന്നോളും. നമുക്ക് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും എടുക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഇതുപോലെ തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചൊഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കബ്സ മസാല ഇട്ട് കൊടുക്കാം. 6 സ്പൂണ് കബ്സ മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കബ്സക്ക് ചെറുതായിട്ടൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കന് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം അടച്ച് വെക്കുക. ഇളക്കൊന്നും വേണ്ട. നമ്മൾ ഇപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെപ്പോഴും വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക, എങ്കിൽ നമ്മുടെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതിനൊരു പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അരി ഇതിനൊരു പാത്രമാണ് ഉള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. നല്ല തിളപ്പിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം, നമ്മുടെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, നമ്മൾ പൊളിക്കൊന്നും ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ചിരുന്നു. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടിയത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തീയിടേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് തിളച്ചിട്ട് വരാനാണ് അരി ഇട്ടതിന് ശേഷം. ഇപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ തീ വെക്കേണ്ടത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി മീഡിയത്തിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമുണ്ട്, അതൊന്നും കൂടെ നമുക്കങ്ങ് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട്, ഇനി അത് നമുക്ക് വറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, കുറച്ചും കൂടെ വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ആ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കബ്സയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊന്നും വേറിട്ടിട്ട് ഒന്നുമില്ല, നല്ലതുപോലെ ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.